ജയിച്ചവരെക്കുറിച്ച് പിന്നെ പറയാം. തോറ്റവരെക്കുറിച്ച് ആദ്യം പറഞ്ഞു തുടങ്ങാം. കാരണം അവർ സ്കോർ ബോർഡിൽ മാത്രമേ തോറ്റിട്ടുള്ളൂ. ഈ ലോകകപ്പിലാണ് കേപ്പ് വെർദെ ഇതാദ്യമായി വിശ്വവേദിയിൽ കളിക്കാനെത്തുന്നത്. ആ രാജ്യത്തെക്കുറിച്ച് മുൻപ് എത്ര പേർ കേട്ടിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല. ലോകഭൂപടത്തിൽ ഒരു മൊട്ടുസൂചി കണക്കെ സൂം ചെയ്ത് നോക്കിയാൽ പോലും കാണാത്തത്ര ഒളിഞ്ഞുകിടക്കുന്നൊരു രാജ്യം. 5,30,000 മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ. ഇന്ത്യ എന്ന ഇനിയും ലോകകപ്പ് കളിക്കാത്ത മഹാരാജ്യത്തിലെ ചെറിയ സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ട് അതിനേക്കാൾ ഇരട്ടി ജനസംഖ്യ. 1986 കേപ്പ് വെർദെക്ക് ഫിഫയിൽ അംഗത്വം ലഭിക്കുന്നത്. അപ്പോഴേക്ക് അർജന്റീന 2 തവണ ലോകകപ്പ് ഉയർത്തിയിരുന്നു. അതിനും 3 പതിറ്റാണ്ട് മുമ്പ് ഇന്ത്യക്ക് ലോകകപ്പ് കളിക്കാൻ വരെ അവസരം കിട്ടിയിരുന്നു. കേപ്പ് വെർദെ ലോകകപ്പിലെത്തിയപ്പോൾ സ്പെയിനും മൊറോക്കോയും സൗദിയും അടക്കമുള്ള ഗ്രൂപ്പിലായിരുന്നു. സ്വാഭാവികമായും ഒരു 4ാം സ്ഥാനമാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ ഒരു മത്സരം പോലും തോൽക്കാതെ അവർ റൗണ്ട് ഓഫ് 32 എത്തി. നോക്കൌട്ടിൽ അർജന്റീന. ലിറ്ററലി കേപ്പ് വെർദെ ഈ ലോകകപ്പിൽ കളിച്ച 4ൽ 3 മത്സരങ്ങളിലും എതിരാളി മുൻ ലോക ചാമ്പ്യന്മാരായിരുന്നു. അതിൽ തോറ്റത് ഒരേ ഒരു തവണ, അതും വിറപ്പിച്ച്. അർജന്റീനക്കെതിരെ 4-1 എന്ന വിചിത്രമായ ഫോർമേഷനിൽ ഇറങ്ങുമ്പോൾ ഒരു കംപ്ലീറ്റ് ബസ് പാർക്കിംഗ് ഡിഫൻസാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ സ്കലോണിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് കേപ്പ് വെർദെ അറ്റാക്കിങ്ങിലേക്ക് ഇറങ്ങി. 2 തവണ പിന്നിലായിട്ടും തിരിച്ചു വന്നു. അനായാസ മത്സരം പ്രതീക്ഷിച്ച അർജന്റീനയെ ഏകദേശം ആദ്യ അരമണിക്കൂറോളം പിടിച്ചു നിർത്തുന്നുണ്ട് കേപ്പ് വെർദെ. ഹൈഡ്രേഷൻ ബ്രേക്കിന് പിന്നാലെയാണ് അർജന്റീന ലീഡെടുക്കുന്നത്. കരമാർഗമുള്ള എല്ലാ പഴുതുകളും പാസുകളും കേപ്പ് വെർദെ പ്രതിരോധം അടച്ചപ്പോൾ അർജന്റീന ആകാശമാർഗം സ്വീകരിച്ചു. ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ഏരിയൽ ബോളിലേക്ക് ഓടിയെത്തിയ മെസ്സി ഔട്ടർ ഫൂട്ട് കൊണ്ട് ആ പന്ത് തടഞ്ഞു നിർത്തി. ഓടിയെത്തിയ ഒസീഞ്ഞയ്ക്ക് സമയം കൊടുക്കാതെ തന്നെ പന്ത് വലയിലെത്തിച്ചു. പെർഫെക്റ്റ് ഫിനിഷിംഗ്. മെസ്സിയുടെ പ്രൈമെന്ന് കമന്ററിയിൽ പറയുന്നത് കേട്ടു. അയാൾ കളിക്കുന്ന കാലമത്രയും അയാളുടെ പ്രൈം തന്നെയായിരിക്കും. ലോകകപ്പിലെ മെസ്സിയുടെ 20ാം ഗോൾ കൂടിയായിരുന്നു ഇത്. ഡെറോയ് ഡുവാർട്ടയുടെ മറുപടി ഗോളിന് അർജന്റീന പ്രതിരോധ പിഴവ് എടുത്തു പറയേണ്ടത് കൂടിയായിരുന്നു. ഫക്കുണ്ടോ മെദീനയുടെ കാലിനിടയിലൂടെയാണ് ആ പന്ത് ഡുവാർട്ടയ്ക്ക് കിട്ടുന്നത്. ഡുവാർട്ടയുടെ ഷോട്ട് ലിസാൻഡ്രോ മാർട്ടിനസിന്റെ കാലിനിടയിലൂടെ തന്നെയാണ് പോകുന്നതും. എമിലിയാനോ മാർട്ടിനസ് പൊസിഷനിലായിരുന്നുവെങ്കിലും തൊടാൻ കഴിഞ്ഞില്ല. 92ാം മിനിറ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസ് ക്ലോസ് റേഞ്ചിൽ തൊടുത്ത ഷോട്ടിൽ ഒസീഞ്ഞ നിസ്സഹായനായി. എന്നാൽ വിട്ടുകൊടുക്കാൻ കേപ്പ് വെർദെ ഒരുക്കമായിരുന്നില്ല. സിഡ്നി ലോപ്പസ് കബ്രാലിന്റെ ലക്ഷണമൊത്ത ഒരു ഗോളിലൂടെ അവർ വീണ്ടും ലോകത്തെ ഞെട്ടിച്ചു. ബോക്സിന് ഏറെപ്പുറത്ത് നിന്ന് തൊടുത്ത ആ ഷോട്ട് പൂർണ്ണതയുടേതാണ്. അതിൽ പവറുണ്ടായിരുന്നു, ഡിപ്പുണ്ടായിരുന്നു, കർവുണ്ടായിരുന്നു. എല്ലാ അർത്ഥത്തിലും ലക്ഷണമൊത്ത ഈ ലോകകപ്പിൽ ഇതുവരെ പിറന്ന ഏറ്റവും മനോഹരമായ ഗോൾ. കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് അർജന്റീനയുടെ വിജയ ഗോൾ പിറക്കുന്നത്. ലയണൽ മെസ്സിയുടെ കോർണറിന് റൊമേറോ കൃത്യമായി തലവെക്കുന്നു. അത് കേപ്പ് വെർദെ താരം ഡിനേയുടെ ദേഹത്ത് തട്ടി വലയിലേക്ക്. അതായിരുന്നു വിധി നിർണയിച്ച ഗോൾ. ഒരൊറ്റ തവണ കൂടി ഒസീഞ്ഞ നിസ്സഹായനായി. ഇപ്പറഞ്ഞത് ഗോൾ ഹൈലൈറ്റ്സ് മാത്രമാണ്. അതിനേക്കാൾ മനോഹരമായ നിമിഷങ്ങളുണ്ടായിരുന്നു കളത്തിൽ. 21 ഷോട്ട് അർജന്റീനയും 15 ഷോട്ട് കേപ്പ് വെർദെയും അടിച്ചിട്ടുണ്ട്. അതിൽ യഥാക്രമം 10ഉം 5ഉം ഓൺ ടാർഗറ്റ് ഷോട്ടുകളുണ്ട്. പക്ഷേ പക്ഷിയെപ്പോൾ പറന്ന് നിർവീര്യമാക്കിയ ഒസീഞ്ഞയും എമിലിയാനോ മാർട്ടിനസും മത്സരം ത്രില്ലിംഗ് ആക്കി. മെസ്സിയുടെ ഒരു ഫ്രീ കിക്ക് പൊസിഷനിലല്ലായിരുന്നിട്ട് കൂടി നിർവീര്യമാക്കിയ ഒസീഞ്ഞയും കബ്രാലിന്റെ ഡിപ്പിംഗ് ഫ്രീ കിക്ക് തടുത്തിട്ട എമിയുമെല്ലാം ചങ്കുറപ്പിന്റെ ദൃശ്യങ്ങളായിരുന്നു. അതേസമയം പ്രീ ക്വാർട്ടറിലേക്ക് പോകുന്ന അർജന്റീന അടക്കേണ്ട കുറേ പഴുതുകളും ഈ മത്സരത്തിൽ കാണിച്ചു തന്നു. കഴിഞ്ഞ ലോകകപ്പിലും 3 നോക്കൌട്ട് മത്സരങ്ങളിലും കണ്ട അതേ അലസ മനോഭാവമുണ്ട് അർജന്റീനയ്ക്ക്. ലീഡെടുത്താൽ പിന്നെയുള്ള അമിത ആത്മവിശ്വാസം. വിങ്ങർമാരെ ഉപയോഗിച്ച് നടത്തുന്ന കൗണ്ടർ അർജന്റീനയ്ക്ക് തിരിച്ചടിയാകും. പ്രത്യേകിച്ച് മുഹമ്മദ് സലയും ഒമർ മർമൂഷുമെല്ലാമുള്ള ഈജിപ്തിനെതിരായ പ്രീ ക്വാർട്ടറിൽ. ഒപ്പം എല്ലാ പന്തും മെസ്സിയിലേക്ക് മാത്രം എത്തിച്ച് മെസ്സിയെ മാത്രം അമിതമായി ആശ്രയിക്കുന്നതും കാണാം. മോറോവർ ലക്ഷണമൊത്ത താരങ്ങൾ ഒരുപാടുണ്ടായിട്ടും ഏഞ്ചൽ ഡി മരിയ ഒഴിച്ചിട്ട പൊസിഷൻ നിറക്കാൻ മറ്റൊരു താരം പോലുമില്ല എന്ന വസ്തുത അർജന്റീന മനസ്സിലാക്കുകയും വേണം. വീണ്ടും മെസ്സിയിലേക്ക്. മെസ്സിയെയും അർജന്റീനയും ശപിച്ച ഒരു ബ്ലാക്ക് മാജിക്കുകാരനുണ്ടായിരുന്നു. വെളുത്ത പൊടി വിതറി അയാൾ മൊത്തത്തിലൊരു നിഗൂഢത സ്റ്റേഡിയത്തിൽ നിറച്ചു. അയാൾ പറഞ്ഞ ചിലതെല്ലാം ശരിയായി. ആദ്യ മത്സരത്തിൽ ഡബിൾ അടിച്ച ഹാരി കെയ്നെ അയാൾ ശപിച്ചു. ഗാനക്കെതിരെ കെയ്ന്റെ ബൂട്ടിൽ നിന്ന് ഒന്നും പിറന്നതുമില്ല. അടുത്ത മത്സരത്തിന് മുൻപ് ആ മന്ത്രവാദി പറഞ്ഞു, കെയ്ന്റെ ശാപം ഞാൻ മാറ്റിയിരിക്കുന്നു. കെയ്ൻ അടുത്ത മത്സരത്തിൽ വീണ്ടും ഡബിൾ അടിച്ചു. കാര്യം പുച്ഛിച്ചെങ്കിലും ചിലർക്കെങ്കിലും ഉള്ളിലൊരു ആദി ഉണ്ടായിരുന്നു. ആഫ്രിക്കൻ കുമ്പിടിയെങ്ങാനും പണി പറ്റിക്കുമോ എന്ന്. കാരണം അയാൾ പറഞ്ഞത് മെസ്സി ഗോളടിക്കില്ല, അർജന്റീന കേപ്പ് വെർദെക്കെതിരെ പരാജയപ്പെടുമെന്നായിരുന്നു.
ഒന്ന് ഞെട്ടിയെങ്കിലും ഒന്നും നടന്നില്ല. കാരണം ആ മന്ത്രവാദിയേക്കാൾ വലിയ കൺകെട്ടുകാരനാണ് അവിടെ കളിച്ചത്. അയാളേക്കാൾ വലിയ മന്ത്രവാദിയെയും മാജിക്കുകാരനെയും ഒന്നും ഞാൻ കണ്ടിട്ടില്ല, ഇനി കാണുകയുമില്ല. അത്ഭുതങ്ങൾ ഒളിപ്പിച്ച ഫുട്ബോൾ വീണ്ടും വീണ്ടും ഉരുളുകയാണ്.